എനിക്ക് കക്ഷി രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല, പക്ഷേ ഈ പബ്ലിക് പോളിസിയിൽ താല്പര്യമുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ താല്പര്യമുണ്ട്. അത് ഏത് പാർട്ടിയാണെങ്കിലും, മുകേഷ് ഏട്ടൻ അല്ലെങ്കിൽ ശ്രീ മുകേഷ്, നമുക്കെല്ലാം ശ്രീ മുകേഷിനെയൊക്കെ കണ്ടു വളർന്നവരാണ് നമ്മൾ. ശ്രീ മുകേഷിനെതിരെ വ്യാജാരോപണം ഉണ്ടാകുമ്പോൾ ഇതേപോലൊരു മുകേഷിനോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വിഷമം ഞാൻ കണ്ടതാണ്. ഒരു ബേസും ഇല്ലാതെ വ്യാജാരോപണമാണ്. ഒരാൾ വിളിച്ച് പറയുന്നു, നിങ്ങൾ 10 ലക്ഷം 1 ലക്ഷം നമ്പർ മറന്നുപോയി, എനിക്ക് നിങ്ങൾ 10 ലക്ഷം രൂപ തരണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ ഒരു ആരോപണം ഉന്നയിക്കും. എന്തൊരു ഗതികേടാണ്. നമുക്ക് അങ്ങനെ ഒരു കോൾ കിട്ടുന്നു എന്ന് ആലോചിച്ച് നോക്കി. ഒരാൾ എന്നെ ഫോൺ വിളിച്ചിട്ട് പറയണം, രാഹുൽ ഈശ്വർ, ഞാൻ ഇന്നയാളാണ്, എനിക്കൊരു 10 ലക്ഷം രൂപ വേണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ ആരോപണം ഉന്നയിക്കും. ഇത് ബ്ലാക്ക് മെയിലിംഗ് അല്ലേ? അപ്പോൾ മുകേഷ് ഏട്ടൻ CPM MLA ആണ്, ശ്രീ സുരേഷ് ഗോപി BJP MLA ആണ്. ഇതുപോലെ സുരേഷ് ഗോപി ഒരുപാട് ക്യാമറകൾ, 10-12 ക്യാമറകൾ ഉണ്ട്. എന്നിട്ട് ഷിത എന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തകരുടെ തോളിൽ തട്ടി എന്നെ കൊടുക്കാൻ നോക്കണ്ട, അതായത് നമ്മൾ ഒരു തമാശ പറയല്ലേ, എന്നെ ട്രാപ്പ്. അത് ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് ദി വുമൺ. സ്ത്രീകൾക്കെതിരെ അതെങ്ങനെയാണ് സ്ത്രീകൾക്കെതിരെ ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ആകുന്നത്? ഇത്രയും 12 ക്യാമറകളുടെ ഫ്രണ്ട് വെച്ചാണ് ഒരാൾ ഔട്ട്റേജിങ് മോഡസ്റ്റി ഉണ്ടാകുന്നത്. ഒരാൾ തമാശയ്ക്ക് എന്നെ കൊടുക്കാൻ നോക്കണം. അപ്പം ഇത് ആരെയും ട്രാപ്പ് ചെയ്യാനുള്ള സാധനമാണ്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നിലപാടെടുത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും CPM ആണെങ്കിലും രാഷ്ട്രീയത്തിന് അതീതമായി എടുക്കേണ്ട നിലപാടുകളിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ശക്തിയായി നിൽക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം.